ഹലോ വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വർഷത്തെയും പോലെ കഴിഞ്ഞ വേളാങ്കണ്ണി വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും നമ്മൾ വേളാങ്കണ്ണി പോകാറുണ്ട്. സോ ഇത്തവണത്തെ വേളാങ്കണ്ണി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും അപ്ഡേഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ രാവിലെ എല്ലാവരും ഒരു 5 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു റെഡിയായി. ഇത്തവണയെങ്കിലും നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എല്ലാ തവണയും 7 മണിക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. സോ ഇത്തവണ നമ്മൾ 6 മണിക്കെങ്കിലും ഇറങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പം പ്രാർത്ഥിച്ച് എല്ലാവരും ഇറങ്ങി. ഏകദേശം 6:15 തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. നമ്മുടെ മുന്നേയുള്ള വേളാങ്കണ്ണി യാത്രയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് വേളാങ്കണ്ണി മാതാവിന്റെ കുരിശടിയിലോട്ടാണ്. അവിടെ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങാറുള്ളത്. ഈ വർഷം അതുപോലെ തന്നെയാണ്. മാതാവിന്റെ കുരിശടിയിൽ പോയി പ്രാർത്ഥിച്ചു മെഴുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ ആട്ടോ ഹേനു ബേബി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് പോവാന്ന്. പക്ഷെ അവൻ നമ്മൾ റെഡിയായി ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് അവനും ഉണർന്നു. അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ മൊത്തം 505 കിലോമീറ്റർ ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. രാവിലെ ചെറിയൊരു തണുപ്പും ഒരു മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു. വേളാങ്കണ്ണി ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നല്ല മഴയും നല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ടെന്നാണ് നമ്മളെ ന്യൂസിലൊക്കെ അറിഞ്ഞത്. അപ്പം രാവിലെ എന്തായാലും മഴയോ കാര്യങ്ങളോ അതിന്റെ ലക്ഷണങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു മൂടൽ മഞ്ഞും നല്ല ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ. രാവിലെ ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം കുറച്ച് കവർ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഈ മഴയുള്ളൊക്കെ ഒരു ടൈമിൽ യാത്ര ചെയ്യുന്നത്. സാധാരണ നമ്മൾ പോകുന്ന ടൈമിൽ അങ്ങനെ മഴയുടെ ന്യൂസോ കാര്യങ്ങളോ ഒന്നും അറിയാറില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ റോഡിലും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരണതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാറിനകത്തിരുന്നതൊക്കെ ആസ്വദിക്കാനായിട്ട്. ഹേനു ബേബി ആണെങ്കിൽ അതിങ്ങനെ നമ്മുടെ കൂടെ വരിക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത്രയും നേരത്തെ നമ്മൾ ഇറങ്ങുന്നത് ആദ്യമായിട്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 7:30 ആയപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ നല്ലൊരു തമിഴ്നാട് ഏരിയ നല്ലൊരു ഭാഗം കവർ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആനന്ദ ഭവൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ വെജ് ആയിരുന്നു നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ചൂടോട് കൂടിയൊക്കെയാണ് പൂരി അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയായിരുന്നു. നിങ്ങൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊന്ന് കയറി കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും കേട്ടോ. ഹേനു ബേബി രാവിലെ ഫുഡ് കഴിക്കുന്ന ആളല്ല ഇത്രയും നേരത്തെ. പക്ഷെ അവനും അതിന്റെ ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ഫുഡായാലും അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ യാത്രയുടെ ആദ്യത്തെ ഫുഡാണ്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ആദ്യത്തെ ഫുഡ് നമുക്ക് ഫ്ലോപ്പ് ആയില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഇരുന്ന്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം പുറത്ത് നിന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ട്രാവൽ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ പപ്പ കുർബാന കാണുന്ന ശീലമുണ്ട്. സോ നമ്മൾ വണ്ടിക്കകത്ത് കുർബാനയൊക്കെ ഇട്ട് കുർബാനയൊക്കെ കണ്ടാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അല്ലെങ്കിൽ മുന്നേ പപ്പ കുർബാന കാണാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുർബാനയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അങ്ങനെ പോവായിരുന്നു. പിന്നെ എന്താ പറയാ വ്യൂ ഒരു രക്ഷയില്ല. കാരണം ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. മഴയും ഒരു ചെറിയ മഞ്ഞും അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇത്രയും നല്ല വ്യൂസ് നമുക്ക് കിട്ടിയത്. ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഭംഗിയാന്നറിയോ. ഇതൊരു വയലാട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചവിട്ടിയതാ. അപ്പം കണ്ടതാണ് കേട്ടോ. ഒരു ചെറിയ വയലും നല്ല പച്ചപ്പും. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ആ കാഴ്ചകൾ. നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് ഈസ്റ്റ് കോസ്റ്റ് റോഡ് വഴി നമ്മുടെ തൂത്തുക്കുടി റൂട്ടായിരുന്നു നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ച് മാപ്പൊക്കെ ഇട്ടത്. ഇത്തവണ നമുക്ക് അങ്ങനെ അധികം നിർത്തേണ്ടിയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല വണ്ടി. കാരണം ഹേനു ബേബിയെ നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഫുഡ് കൊടുക്കാനുള്ള ടൈമോ അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ ഇരുന്ന് തന്നെ അവൻ കഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ എന്താണോ കഴിച്ചത് അത് തന്നെയാണ് കഴിച്ചത്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് അങ്ങനെ
ഒരുപാട് ടൈം പോയിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടി ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ ഇറങ്ങി. നമ്മുടെ കൂടെ കഴിക്കത്തില്ല, അത്രയ്ക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല ഹേനു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ അവന് കൊടുക്കാനുള്ള ടൈം നമ്മൾ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങ് പോകും തോറും നമുക്ക് മഴയുടെ ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഉപ്പിന്റെയൊക്കെ ഒരു എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു കുറെ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു 4 വർഷമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇത്തവണ നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങി കുറച്ചു നേരം നിന്നും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി ജസ്റ്റ് കരിക്ക് കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കരിക്കിന് എനിക്കെന്തോ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം തോന്നി കേട്ടോ. ആ ചേട്ടൻ പെട്ടെന്ന് നമുക്ക് വെട്ടി തന്നായിരുന്നു. കരിക്കിന്റെ വെള്ളത്തിലായാലും ആ കരിക്കിലായാലും ഒരു ചെറിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഈസ്റ്റ് കോസ്റ്റ് റോഡ് കയറുന്നതിന് മുൻപ് തന്നെ സയൽകുടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ചെറിയ സ്ട്രീറ്റ് ആണ് അത്. അപ്പം ആ സ്ട്രീറ്റിന്റെ അവിടെ നിന്നാണ് നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പാഴ്സലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണ് കഴിച്ചത്. അതിന് മുന്നേ ഉള്ള എല്ലാ വർഷവും നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആണ്. ബിരിയാണി എല്ലാവരും ഇങ്ങനെ പോകുമ്പം സ്ട്രീറ്റുകളിൽ നിന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. അവർ ഉച്ചയ്ക്ക് ഇങ്ങനെ തൂക്കി ബിരിയാണി കൊടുക്കുന്ന ഒരു കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആ പുള്ളിയാണെങ്കിൽ നമ്മളടുത്ത് നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് യൂട്യൂബ് ചാനലാണോ, സബ്സ്ക്രൈബ് ചെയ്യാം, ഏതാ ചാനലെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി തമിഴാട്ടോ. എനിക്ക് ആദ്യം കുറേ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടാണ് പുള്ളിക്ക് നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ അവിടുന്ന് ഏകദേശം 3 പാക്കറ്റാണ്, ½ kgയുടെ 3 പാക്കറ്റാണ് നമ്മൾ തൂക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ മേടിച്ച് വണ്ടിയിലോട്ട് കയറി. നമ്മൾ അവിടെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു സ്ഥലം നോക്കി സമയമാകുമ്പോൾ കഴിക്കാമെന്നായിരുന്നു. കാരണം 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി. പക്ഷെ നമുക്ക് അപ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കണ്ട. സോ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് റോഡ് കയറി കേട്ടോ. പിന്നെ അവിടെ ഫുഡ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ആ റോഡ് അത്രയും കച്ചവടക്കാരോ അങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലോ അങ്ങനെയൊന്നും അധികം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫുഡ് കിട്ടാൻ പാടാണ് ആ റോഡ് കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നമുക്കത് അറിയാന്നുള്ളത് കൊണ്ട് ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ റോഡ് സെലക്ട് ചെയ്യുന്നവർ ഈസ്റ്റ് കോസ്റ്റ് റോഡ് കയറുന്നതിന് മുന്നേ തന്നെ ഫുഡൊക്കെ മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരു സ്ഥലം കിട്ടിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിക്കുകയായിരുന്നു ചെയ്തത്. ഈ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സൗകര്യമുള്ള സ്ഥലമൊന്നും കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടും, അവിടെ ഇരുന്ന് കഴിച്ചോണം. നമ്മൾ പേപ്പറൊക്കെ ഇട്ട് പാത്രത്തിലാണ് നമ്മൾ കൊണ്ടുവന്ന പ്ലേറ്റ് തന്നെ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഭയങ്കര വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്. നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ കയറി ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടുള്ളതെന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് റോഡ് എന്ന് പറയുന്നത് വലിയ അനക്കോ ഹാളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. മാത്രമല്ല വാഹനങ്ങളും അധികം ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് അവിടെ കവർ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വേളാങ്കണ്ണി എത്താം എന്നുള്ള രീതിയിലാണ്. അപ്പം ഈസ്റ്റ് കോസ്റ്റ് റോഡ് തന്നെയാണ് ഏകദേശം നമ്മൾ പിന്നെ കൂടുതൽ ഓടുന്നത്. അപ്പം നമ്മൾ ആ റോഡ് പോകുന്നതിനിടയ്ക്കായിട്ട് 1-2 വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങി. അതിനിടയ്ക്ക് ഇതുപോലെ പീക്കോക്കുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ പീലിയുള്ള ഒന്നിനെ പോലും കണ്ടില്ല. അല്ലാതെ ഉള്ളതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു മഴ കൊളമാക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല മഴ കാരണം. മാത്രമല്ലത് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ. നല്ല രസമുണ്ട് മഴവില്ല് കാണാനായിട്ട്. മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴവില്ല് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരു ഷേപ്പിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ വേളാങ്കണ്ണി യാത്രക്കിടയിൽ മഴ ആസ്വദിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ തിരിച്ചു വന്നപ്പോഴായിരുന്നു മഴ. പക്ഷെ ഇത്തവണ അങ്ങോട്ട് പോയപ്പോൾ എത്താറായ സമയത്താണ് മഴ. പിന്നെ നമ്മുടെ കയ്യിൽ ഓറഞ്ചും ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ വേറെ ഒരിടവും നമ്മൾ ഇറങ്ങിയില്ല. നേരെ നമ്മൾ കയ്യിലിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് വൈകുന്നേരം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് എത്തുന്നത് വരെ നമ്മൾ ഒരിടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അവിടെ എത്താനുള്ളൊരു ശ്രമത്തിലായിരുന്നു. പിന്നെ
നല്ല രസമുണ്ടായിരുന്നു ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത്. മഴയും ഒരു ഒരു പ്രത്യേക ക്ലൈമറ്റ് എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനൊരു മഴയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണെന്ന്, ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും ഏകദേശം ആദ്യമായിട്ടാണ് ഈ ഒരു മഴയുള്ള ക്ലൈമറ്റ് നമ്മളിങ്ങനെ വേളാങ്കണ്ണി പോകുന്നത്. ഞാൻ വന്നതിന് ശേഷം കേട്ടോ. അതിന് മുന്നേ പോയിട്ടുള്ളപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പപ്പ ഇങ്ങനെ സ്റ്റോറി ഒക്കെ പറയാറുണ്ട് മഴയത്ത് അവര് പെട്ടുപോയ കഥയൊക്കെ. ഞാൻ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് മഴയുള്ള ക്ലൈമറ്റിൽ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 4:30 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മളവിടെ എത്തി. വേളാങ്കണ്ണിയുടെ മെയിൻ റോഡ് കയറി. ഇവിടെ കയറി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ഒരു സന്തോഷത്തിലായിരുന്നു ഈ മെയിൻ ഗേറ്റ് കടക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ സ്ഥിരം താമസിക്കാറുള്ള ഗോൾഡൻ സാൻഡ് ഹോട്ടലിലേക്കാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാ വർഷവും അവിടെ തന്നെയാണ്. സോ ഇത്തവണ നമ്മൾ അവിടെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ചെറിയ വ്യത്യാസം വന്നു. നമ്മൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് അവിടെ സംസാരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം റൂമിന്റെ കേസൊക്കെ. പക്ഷെ നമ്മൾ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരടുത്ത് പോയി സംസാരിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നിന്നുള്ളൂ, തിരിച്ചിറങ്ങി. കാരണം റൂമിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യില്ല എന്നുള്ള രീതിയിൽ. നമ്മൾ സ്ഥിരം എടുക്കുന്ന റൂം തന്നെയാണ്, പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ഭാവത്തിലൊക്കെ ആയിരുന്നു അവരുടെ സംസാരം. അപ്പം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് വേറൊരു ഹോട്ടൽ എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഹോട്ടൽ നോക്കുകയാണ് ചെയ്തത്. പിന്നെയും ഉണ്ടല്ലോ വേറെ ഹോട്ടൽസ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സോ അപ്പം നമ്മൾ പിന്നെ വേറൊരു ഹോട്ടൽ അന്വേഷിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. നമ്മൾ പിന്നെ സെലക്ട് ചെയ്തത് നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തുള്ള ഗ്രാൻഡ് തൈലമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അപ്പൊ ആ ഹോട്ടലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് താമസിക്കാൻ അതൊക്കെ തന്നെയാണ് ധാരാളം. സോ നമ്മൾ അവിടെയാണ് സെലക്ട് ചെയ്തത്. നമ്മൾ പിന്നെ അവിടെ ചെന്ന് റൂമൊക്കെ കണ്ടു. പപ്പയും ചേനും കൂടെ പോയി റൂമൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കി റൂമിൽ കയറാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് പള്ളിയിലോട്ട് പോവാനായിട്ട് അധികം ദൂരമൊന്നുമില്ല. അവിടെയും നമ്മൾ എത്തിയ സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് കാർപോച്ച് ഫുള്ളായിരുന്നു അവിടെ. പക്ഷെ നമുക്ക് വണ്ടി ഇടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പതിയെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. റൂമിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ നല്ല റൂം തന്നെയായിരുന്നു. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡും കാര്യങ്ങളും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പം നമുക്ക് ഡബിൾ കോട്ടിന്റെ 2 ബെഡാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ മതിയായിരുന്നു, നമുക്ക് കിടക്കാനായിട്ട് അത് തന്നെ ധാരാളമായിരുന്നു. പിന്നെ ഒരു ടേബിളും ഒരു ചെയറും പിന്നെ കുറച്ചു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു നല്ല റൂം തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. നമുക്ക് 2 ദിവസത്തേക്കാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യമായിട്ടായതുകൊണ്ട് എല്ലാവരും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സാൻഡിലാണെങ്കിൽ നമ്മൾ സ്ഥിരം താമസിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ റൂമോ കാര്യങ്ങളോ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം. അപ്പം ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് റൂമും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഇവിടുന്ന് ജസ്റ്റ് പള്ളിയിലോട്ട് പോയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് പിന്നെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് നമ്മൾ ആരും ചായയോ കാര്യങ്ങളോ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ നമ്മുടെ ശരവണ ഭവനിൽ കയറിയിട്ട് നമ്മളൊരു ചായ പറഞ്ഞു. പിന്നെ ഒണിയൻ പക്കോട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഈ ഒരു ടേസ്റ്റിൽ നമ്മുടെ ഇവിടെയൊക്കെ ഒണിയൻ പക്കോട കിട്ടുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം സോസിലൊക്കെ മുക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം കഴിച്ചു നോക്കിയിട്ട് എരിവാണെന്നൊക്കെ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചിട്ട ആള് പിന്നെ അത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞ് പാത്രത്തോടെ എടുത്തോണ്ട് പോയ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ ഹേനു ബേബി. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവന്. അവൻ പാത്രത്തോടെ എടുത്തോണ്ട് അടി വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോസിൽ മുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അവരുടെ കോഫിയുടെ കാര്യം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാന്നുള്ള കേസാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മെയിൻ ചർച്ചിലോട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് നമ്മൾ ചപ്പലുകളെല്ലാം ഒരു കവറിലാക്കി അവിടെ കൊടുക്കണം. അവർ തന്നെ നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ ടോക്കൺ കൊടുത്ത് വേണം നമ്മൾ തിരിച്ച് ആ ചപ്പലുകളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചപ്പലുകൾ മിസ്സാവും എന്നുള്ള കാര്യത്തിൽ ഇനി അത് അവിടെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പള്ളിയൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ തിരിച്ച് റൂമിലോട്ട്, ഞങ്ങൾ 3 പേരും റൂമിലോട്ട് പോയി. പപ്പയും അമ്മയും ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരും പോയിട്ടുണ്ടായിരുന്നു.
അപ്പൊ നമ്മൾ റൂമിലോട്ട് വന്നൊന്ന് റെസ്റ്റ് എടുത്തൊക്കെ ഇരുന്നപ്പോഴത്തേക്കും പപ്പയും അമ്മയൊക്കെ വന്നതാ. ഒരാൾ പില്ലോ ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. വണ്ടിയിലൊന്ന് എടുത്തിട്ട് വന്നതാണ് പില്ലോ. പിന്നെ നമ്മൾ ഫുഡ് നമുക്ക് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത് ശരവണ ഭവനിൽ നിന്നായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹെയ്തി ബേബിക്ക് കട്ട് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് കട്ട് ഫ്രൂട്ട്സ് കൂടെ മേടിച്ചു. പപ്പായയും പൈനാപ്പിളും വാട്ടർമെലനും ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട്. 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തി. ഏകദേശം 4:30 4:45 ടൈമിലാണ് നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എത്തിയതിന് ശേഷം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. അപ്പൊ നിങ്ങൾ വീഡിയോസ് ഫുള്ള് കണ്ടിട്ടുണ്ടാവും. പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഡിന്നറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് റൂമിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഫ്രഷായി. ഇനി ഒന്ന് ഉറങ്ങണം. നാളെ രാവിലെയാണ് ബാക്കി വിശേഷങ്ങൾ വരിക. നാളെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അതെന്താന്നുള്ളത് നാളത്തെ വീഡിയോ മറക്കാതെ കാണാൻ. നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഒരു സ്പെഷ്യൽ ഡേ കൂടെ ആണ്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.